യെസ്, ഇതാ ഒടുവിൽ ആ തീരുമാനവും വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ NDA BJP ജയിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് അനന്ത പത്മനാഭന്റെ മണ്ണിൽ BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിച്ചുകൊണ്ട് അവിടെയുള്ള വികസന മാസ്റ്റർ പ്ലാൻ അത് പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അതും യാഥാർത്ഥ്യമാക്കാൻ പോകുകയാണ്. ഇന്നലെ തന്നെ, അതായത് തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ BJPയുടെ ദേശീയ നേതാക്കൾ അമിത്ഷയും നരേന്ദ്രമോദിയും JP നദ്ദയും ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും ട്വിറ്റർ എക്സ് അക്കൗണ്ടുകൾ എല്ലാം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ചാണ്. BJPയുടെ ദേശീയ പേജുകളിൽ എല്ലാം ഉള്ളത്, ദേശീയ രാഷ്ട്രീയത്തിലും ദേശീയ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത് ഈ ഹിസ്റ്റോറിക് വിജയത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ഇന്ന് രാവിലെ രാജീവ് ചന്ദ്രശേഖറുമായി ടെലിഫോണിൽ നടത്തിയിട്ടുള്ള ദീർഘനേരത്തെ സംഭാഷണത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. ജനുവരി മാസത്തിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തും എന്നുള്ള ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു നരേന്ദ്രമോദിയുടെ വരവ് അതിനെ രാജകീയമായി സ്വീകരിക്കുക എന്ന നിലയിലേക്ക് തിരുവനന്തപുരത്തെ പാർട്ടി സംവിധാനങ്ങൾ സക്രിയമായി പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ ഇടപെടലും നടത്താൻ ഒരുങ്ങുകയാണ് BJP. ഇപ്പോൾ BJPയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മേയറെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. മേയറെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ സത്യപ്രതിജ്ഞ നടക്കണം. സത്യപ്രതിജ്ഞ നടന്ന് അധികാരം ഏറ്റെടുത്ത് ആദ്യം ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് BJP. അതിനോടൊപ്പം തന്നെ BJP കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് അത് CPM-നെയാണ്, ആര്യ രാജേന്ദ്രനെയാണ്. ആര്യ രാജേന്ദ്രന്റെ 40-ലധികം അഴിമതികൾ BJPയുടെ സംസ്ഥാന നേതാക്കളും അതോടൊപ്പം തന്നെ VV രാജേഷ് ഉൾപ്പെടുന്ന സംസ്ഥാന സെക്രട്ടറിയും കരമന അജിത്ത് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറയുന്ന ഈ അഴിമതികൾ സംബന്ധിച്ചിട്ടുള്ള ഫയലുകൾ, ആ ഫയലുകളെല്ലാം തന്നെ ഇന്നലെ രാത്രി, അതായത് തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ പറയുന്ന മേയറുടെ ഓഫീസിൽ നിന്ന് മാറ്റാനുള്ള വ്യഗ്രതയിലാണ്. ആ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥരും CPM-ന്റെ നേതാക്കളും അവിടുത്തെ ചില ജീവനക്കാരും, ഇടതുപക്ഷ സംഘടനയിലെ ജീവനക്കാർ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആ മാറ്റാനുള്ള ഫയലുകൾ മാറ്റി തുടങ്ങുമ്പോൾ തന്നെ BJPക്ക് കൃത്യമായി വിവരം ലഭിക്കുന്നു. അടിയന്തരമായി അവിടെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി, അവിടെ കൊടുങ്ങല്ലൂർ വാർഡിൽ നിന്ന് ജയിച്ച VV രാജേഷ് അവിടെ ഇടപെടുകയാണ്. ജീവനക്കാർ അവിടെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാലത്തും അവിടെ CPM അല്ല ഭരിക്കുക എന്നുള്ളത് നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എടുത്തുകൊണ്ടുപോകാൻ നിങ്ങൾ ഉദ്ദേശിച്ച ഫയലുകൾ ആ എടുത്തെടുത്ത് തന്നെ വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളത് മാത്രമാണ് അവർക്ക് ഈ മുൻകൂട്ടി തന്നെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള VV രാജേഷ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശവും ഉപദേശവും. എന്തായാലും VV രാജേഷ് ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ഷീലേഖ ഉൾപ്പെടുന്ന BJPയുടെ എല്ലാ സംവിധാനങ്ങളും, ആ സംവിധാനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അത് ആര്യ രാജേന്ദ്രൻ അവിടെ നടത്തിയുള്ള അഴിമതികളെ സംബന്ധിച്ചുള്ള ഫയലുകൾ അതെല്ലാം തന്നെ കൃത്യമായി പുറത്തു കൊണ്ടുവരിക, ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട വിഷയം. അതിനോടൊപ്പം തന്നെ അതിലും പ്രധാനപ്പെട്ട അവിടെയുള്ളത് BJP അവതരിപ്പിച്ചിട്ടുള്ള വികസന രേഖയുണ്ട്. ആ വികസന രേഖയിലെ ഓരോ വികസന പ്രവർത്തനങ്ങളും അവിടെ എണ്ണി കാലഘട്ടത്തിന് അനുയോജ്യമായി അതിനെ എത്രത്തോളം മോഡേണൈസ് ചെയ്ത് എത്രത്തോളം ടെക്നോളജി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ ജനങ്ങളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ, രാജ്യത്തെ, ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസിത നഗരമാക്കി 5 വർഷത്തിനുള്ളിൽ BJP ഈ പറയുന്ന തലസ്ഥാന നഗരിയെ മാറ്റും എന്നുള്ളതാണ് BJP നേതൃത്വം കൊടുത്തിട്ടുള്ള ഉറപ്പ്. അതിന് ഉപോത്ബലകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന് അനുബന്ധമായ രീതികൾ, അതിന് അനുബന്ധമായിട്ടുള്ള ആവിഷ്കരണങ്ങൾ എല്ലാം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP നേരത്തെ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഓരോ മേഖലയിലും വികസനം, സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒളിമ്പിക്സിന്റെ ഒരു വേദിയാക്കാൻ വേണ്ടി തലസ്ഥാന നഗരിയെ ശ്രമിക്കും എന്നുള്ള പ്രഖ്യാപനമായിക്കോട്ടെ, ഈ പ്രഖ്യാപനത്തിന് വേണ്ടി തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര നേതൃത്വവുമായി BJP ആലോചിക്കുന്നത്. ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ജല ഇനങ്ങൾ നടത്താൻ വേണ്ടി പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനെല്ലാം തന്നെ കൂടുതൽ മോഡേണൈസ് ചെയ്തുകൊണ്ട്
അത്തരത്തിൽ ഒളിമ്പിക്സ് നടത്താൻ വേണ്ടി ഇന്ത്യ വേദിയാകുന്ന ഘട്ടത്തിൽ അവിടെ തലസ്ഥാനത്തെ ഒരു വേദിയാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അനുസരിച്ച് നരേന്ദ്രമോദി വരുമ്പോൾ ഏകദേശം 1000 കോടിയുടെ മുകളിലുള്ള പദ്ധതിയുടെ പ്രഖ്യാപനം തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്നുള്ള ഒരു വലിയ സൂചന നമുക്ക് ലഭിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇല്ലെങ്കിലും നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ അനുസരിച്ച് തലസ്ഥാന നഗരിയിലേക്ക് പ്രധാനമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പോകുന്ന സമയത്ത് ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പാക്കേജ് പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ ഈ തിരുവനന്തപുരം നഗരിയിൽ തിരുവനന്തപുരത്ത് അതായത് എയർപോർട്ടും ഈ പറയുന്ന വിഴിഞ്ഞം ടെർമിനലും ഒക്കെ ഉള്ള ഈ പറയുന്ന തിരുവനന്തപുരം തലസ്ഥാന നഗരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള പ്ലാൻ തന്നെ പ്രഖ്യാപിക്കാൻ BJP ഒരുങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാ കണ്ണുകളും പോകുന്നത് ആരായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നുള്ളതായിരിക്കും, ആരായിരിക്കും മേയർ ആകുക എന്നുള്ളതായിരിക്കും. അതിനുശേഷം BJP കൃത്യമായി തന്നെ നരേന്ദ്രമോദിയുടെ ഡേറ്റ് കിട്ടുന്നതോടുകൂടി തന്നെ ജനുവരി മാസത്തിലെ ആ തീയതി പ്രഖ്യാപിക്കും. ആ തീയതിയിൽ തിരുവനന്തപുരത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു അനന്തപുരിയുടെ ഉത്സവം എന്ന രീതിയിൽ ആക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള വലിയ വിപുലമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ എന്ന നിലയിലേക്ക് ആഘോഷമാക്കിക്കൊണ്ട് ആയിരങ്ങളെ 10,000-ങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു മഹാറാലി തന്നെ തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള തിരുവനന്തപുരത്തിന്റെ മാസ്റ്റർ പദ്ധതി പ്രഖ്യാപനം നരേന്ദ്രമോദി ജനുവരി മാസത്തിൽ നടത്താൻ ഒരുങ്ങുകയാണ്.